പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹാവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, ഒരാൾ നമ്മെ പ്രശംസിക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രശംസ ആരും വെറുക്കുന്നതല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പ്രശംസ. നാമും പലപ്പോഴും പ്രശംസിക്കുന്നവരാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 അധ്യായം 29 ദൈവാത്മാവിനാൽ ഇങ്ങനെ പറയുന്നു: ദൈവസന്നിധിയിൽ ഒരു ചടവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. അതെ, ലോകപരമായി നോക്കുമ്പോൾ നമ്മെ പലരും പ്രശംസിക്കുമായിരിക്കും, നാമും പലരെ പ്രശംസിക്കുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രശംസകൾ അർഹിക്കുന്നവരായിരിക്കാം നാം. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ആമേൻ. ഇംഗ്ലീഷിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സോ ദാറ്റ് നോ വൺ മേ ബോസ്റ്റ് ബിഫോർ ഹിം. ഇവിടെ ദൈവസന്നിധിയിൽ എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിന് മുൻപാകെ, മുൻപാകെ ആർക്കും പ്രശംസിക്കുവാൻ കഴിയത്തില്ല. കാരണം എന്താ? അതിൻ്റെ 27 മുതലുള്ള വചനങ്ങൾ നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുകൾ അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഭൂമിയിൽ ജ്ഞാനികളെയും ബലമുള്ളതിനെയും ആമേൻ ഉള്ളതിനെയും എല്ലാം ഉള്ളതെന്ന് തോന്നുന്നതിനെ അല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആമേൻ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ആർക്കും പ്രശംസിക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. God chose the foolish things, God chose the weak things, and God chose the lowly things and the despised things. Praise the Lord. ആമേൻ. അപ്പോൾ ദൈവം അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മെ ദൈവം ഒരു പദ്ധതിക്കായി, ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശത്തിനായി, ദൈവരാജ്യ വ്യാപ്തിക്കായി, ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടതിനായി, ആമേൻ, ദൈവഹിതമനുസരിച്ച് മുന്നോട്ട് നീങ്ങേണ്ടതിനായി നമ്മെ കർത്താവ് തിരഞ്ഞെടുക്കണമെങ്കിൽ, ഒരു വിശിഷ്ടരായി നാം മാറണമെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമ്മിൽ പകരണമെങ്കിൽ, ആമേൻ, നാം ദൈവസന്നിധിയിൽ ആമേൻ ഞാൻ ജ്ഞാനിയാണ്, ഞാൻ ബലമുള്ളവളാണ്, ആമേൻ, സ്തോത്രം, ഞാൻ ആമേൻ ചിലതൊക്കെ ഉള്ളതാണ്, ആമേൻ, എനിക്കൊരു കുറവുമില്ല എന്ന് പറഞ്ഞ് നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പ്രശംസിച്ച് അഹങ്കരിച്ചു കൊണ്ടിരുന്നാൽ ഒരിക്കലും ദൈവം നമ്മെ തിരഞ്ഞെടുക്കുകയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോകം നമ്മെ തിരഞ്ഞെടുക്കുമായിരിക്കാം. ഞാൻ ജ്ഞാനിയാണെന്ന് പറയുമ്പോൾ ലോകം നമ്മെ തിരഞ്ഞെടുക്കും. എനിക്ക് ബലമുണ്ട്, എനിക്ക് കഴിവുണ്ടെന്ന് പറയുമ്പോൾ ലോകം തിരഞ്ഞെടുക്കും. എനിക്കെല്ലാം ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ലോകം തിരഞ്ഞെടുക്കും. പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അങ്ങനെ അല്ല. ആമേൻ. ഞാൻ ഭോഷത്വമായതിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ, ഫൂളിഷായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുമ്പോൾ ജ്ഞാനികളായിട്ടുള്ളവർ നിശ്ചയമായി ലജ്ജിക്കും. പ്രൈസ് ദി ലോർഡ്. ബലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ബലമുള്ളതൊക്കെ ലജ്ജിച്ചു പോകും. അവൻ ഉള്ളതിനെ അവനില്ലാത്തതിനെയും അവൻ സ്തോത്രം കുലഹീനമായത് നികൃഷ്ടമായി ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാം ഉണ്ടെന്ന് പറയുന്നതൊക്കെ ലജ്ജിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു ജഡവും, അതാരെന്നും യാതൊരു വ്യത്യാസവുമില്ല, ഒരു ജഡവും പ്രശംസിക്കുവാൻ കഴിയത്തില്ല. അടുത്ത വചനം വായിക്കുന്നു, 30 വചനം. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ആമേൻ ദൈവത്താൽ, പിതാവായ ദൈവമുഖാന്തരം നാം ക്രിസ്തുയേശുവിലാണ് ഇരിക്കുന്നതെങ്കിൽ അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇന്ന് നാം എന്തെങ്കിലും ആയി തീർന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദൈവത്താൽ അല്ലാതെ, യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ അല്ല നാം ഇങ്ങനെ ആയി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശു നമ്മിൽ വസിക്കുന്നത് കൊണ്ടും നാം ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നത് കൊണ്ടും മാത്രമാണ് ഇന്ന് നമുക്ക് ഉണ്ടെന്ന് തോന്നുന്ന ജ്ഞാനവും, ഞാൻ നീതിയിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന നീതിയും, ആമേൻ, ഒരു ശുദ്ധീകരണവും, ഞാൻ വിശുദ്ധനാണ്, ആമേൻ, ഞാൻ ആമേൻ സ്തോത്ര പൂർണ്ണയാണ് എന്നൊരു ചിന്തയും ആമേൻ വീണ്ടെടുപ്പും നമുക്കുണ്ടായത് നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ല, ആമേൻ, യേശു ക്രിസ്തുവിങ്കലാണ്, യേശു ക്രിസ്തുവിൽ കൂടെയാണ്.
ഇന്ന് നാം എന്തെങ്കിലുമായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ടും യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിച്ചതുകൊണ്ടും യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുകൊണ്ടും യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ടും മാത്രമാണ്. അതുകൊണ്ട് 31-ാം വചനം, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. And therefore as it is written, let the one who boast in the Lord. ഹല്ലേലൂയ. ഈ നാളുകളിൽ കർത്താവിൽ പ്രശംസിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രശംസിക്കാം. ആ യേശു കർത്താവിൻ്റെ സ്നേഹത്തെ പ്രശംസിക്കാം. ആ യേശു കർത്താവിൻ്റെ കരുതൽ ഓർക്കാം. ആ യേശു കർത്താവ് നമ്മെ കൈവിടാതെ സ്തോത്രം ഉപേക്ഷിക്കാതെ ഇന്ന് വരെ നടത്തുന്ന ആ നല്ല കർത്താവിനെ കുറിച്ച് പ്രശംസിക്കാം. ആ കർത്താവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കാം. അനേകരോട് യേശുവിനെ കുറിച്ച് പറയാം. മറിച്ച് ഞാൻ ജ്ഞാനിയാണ്, ഞാൻ ബലമുള്ളതാണ്, എനിക്കെല്ലാം ഉണ്ട്, അതുകൊണ്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, സ്തോത്രം എന്ന് പറഞ്ഞു ദൈവസന്നിധിയിലോ മനുഷ്യരുടെ മുൻപിലോ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കട്ടെ എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. എപ്പോഴും കർത്താവിൽ പ്രശംസിക്കുന്നവരാകുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിനെ പ്രശംസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നാം എത്രമാത്രം താണിരിക്കുമോ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ. അപ്പാ ഞാൻ സ്തോത്ര ഭോഷത്വമുള്ളവനാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ ഒന്നുമില്ലാത്തതാണ്, ഏതുമില്ലാത്തതാണ്. സ്തോത്രം, ഞാൻ കുലഹീനമാണ്. ഞാൻ ഏതുമില്ല എന്ന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് വീണ്ടും പുതിയ പുതിയ ദൗത്യങ്ങൾക്കായും പുതിയ ദൈവപ്രവൃത്തികൾക്കായി കർത്താവ് ഈ അന്ത്യകാലത്ത് നമ്മെ തിരഞ്ഞെടുക്കും. അതിനാൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൽ എപ്പോഴും പ്രശംസിക്കാം. ഈ വചനപ്രകാരം ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങയുടെ കൃപയാലല്ലോ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവേ. അപ്പോൾ അങ്ങയുടെ മഹാകരുണയ്ക്കായി, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി കർത്താവേ. നന്ദി നാളുകളിൽ കർത്താവെ അങ്ങിൽ മാത്രം പ്രശംസിച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഇതിനെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ. യേശുവേ, സ്തോത്രം. എപ്പോഴും അങ്ങയുടെ പുകഴ്ച ഞങ്ങളുടെ നാവിന്മേൽ ഉണ്ടായിരിക്കുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നതാ കർത്താവ്. വീണ്ടും ഞങ്ങളെ പുതിയ ദൗത്യങ്ങൾക്കാൾ, പുതിയ കർത്താവെ അങ്ങയുടെ വേലയ്ക്കാൾ, യേശുവേ അങ്ങയുടെ കർത്താവെ സ്തോത്ര രാജ്യവ്യാപ്തിക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വിളിക്കും തിരഞ്ഞെടുപ്പിന് ഒത്തവണ്ണം അപ്പാ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.